തങ്ങളുടെ കാലിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ട് ഇരുന്നിട്ടുണ്ട്, വേദന സഹിച്ച് ഒരുപാട് നബി പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നടന്ന സ്ഥലമാണ്. ഈ സ്ഥലം വാദി വജ് എന്ന് പറയുന്ന പ്രത്യേക സ്ഥലമാണ്. നമ്മളിപ്പോ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലം. ഇവിടുത്തെ സ്ഥലത്തെ കുറിച്ചാണ് നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, മരങ്ങളൊന്നും മുറിക്കരുത്, പുണ്യമുള്ള സ്ഥലമാണ്, ഹറം പോലെ പരിശുദ്ധമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസും നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ജുന്നുണ്ടല്ലോ അതല്ല, അത് അറബിയിലുള്ളതാണ്. വരീഖ് വാദി വജ്ജ്, വാദി വജ്ജ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അത് വേറൊരു അറബി പദാണ്, അതായത് നമ്മുടെ മലയാളത്തിലെ വജ്ജല്ല. അപ്പോ ആ ആളുകളുണ്ട്, ആ വേദനിപ്പിച്ച ആ പരമ്പരയിലുള്ള ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഒരു സ്വാലിഹായ മനുഷ്യനെ ഇടങ്ങാറാക്കുക എന്നതിന്റെ, സ്വാലിഹായ ഒരു മനുഷ്യനെ ഇടങ്ങാറാക്കുക എന്നത് ഇതിന്റെ ഒരു ബറക്കത്ത് കുറവാണ് അവിടെ സംഭവിച്ചത്. ഒരു സ്വാലിഹായ ഒരു മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല, ഇടങ്ങേറുണ്ടാക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ മാനസിക രോഗികളായ ആളുകൾക്ക് ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റൽ ഉള്ളതും ഈ ത്വായിഫിലാണ്, വലിയ ജയിലുള്ളത് ഇവിടെയാണ്, ഒക്കെ ഇവിടെയാണ്. ചുരുക്കി പറഞ്ഞാല് അതിന്റെ ഒരു ബർക്കത്ത് കുറവ്. ഇന്നും അവിടുത്തെ ആ ബിൽഡിങ്ങുകളൊക്കെ ദ്രവിച്ച് നിൽക്കുന്ന, ഒരു പുരോഗതിപ്പെടാതെ നിൽക്കുന്നത് അതിന്റെ ഒക്കെ ഒരു ബർക്കത്ത് കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ച ഒരു സ്ഥലമായി പോയി എന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലിലേറ് കൊണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ആ വേദന സഹിച്ച് അവിടെ നിന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയായിരുന്നു, ഇസ്ലാമിന് വേണ്ടിയായിരുന്നു. പിൽക്കാലത്ത് വരുന്ന സമൂഹം ഒരു നല്ല സമൂഹം ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു. അന്ന് ഏറുകെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ നടന്നു. ആ നടത്തം ഇനി നമ്മൾ പോകുന്ന കർണുൽ മനാസിൽ മീഖാത്ത് വരെ എത്തി എന്നാണ്. കർണുൽ മനാസിൽ, കർണു സആലിബ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി എന്ന് ചരിത്രം പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പറഞ്ഞു, മലകളുടെ ചുമതലയുള്ള മലക്കുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. മലകൾക്ക് ചുമതലയുള്ള മലകൾ, ഈ മലകൾക്കൊക്കെ പ്രത്യേകം മലക്കുകളുണ്ട്. അവര് വന്നിട്ട് പറഞ്ഞു, നബിയെ, രണ്ട് മലകൾ മറിച്ചിട്ടുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ കല്ലെറിഞ്ഞ, നിങ്ങളെ പീഡിപ്പിച്ച ഈ സമൂഹത്തെ നശിപ്പിക്കാം, ഒന്നടങ്കം നശിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വർത്താനുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചോനെ, ഓൽക്ക് പുറത്തു കൊടുക്കുക, അവരറിവില്ലാത്തവരാണ്. വേണ്ട ജിബ്രീലെ, ആരെയും നശിപ്പിക്കേണ്ടതില്ല. അവരിങ്ങനെയൊക്കെ ചെയ്താലും അവരുടെ പിൽക്കാലം, അവരുടെ തലമുറകളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ തൗഹീദിന്റെ നന്മയുടെ വഴിയിലേക്ക് കടന്നു വന്നാൽ അതല്ലേ ഖൈറ്. അതുകൊണ്ട് ആരെയും നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞു. എത്രമാത്രം സ്നേഹമാണ്, കാരുണ്യമാണ് ആ മുത്തുനബി. ലോകത്തിന് മുഴുവൻ കാരുണ്യം ചൊരിഞ്ഞു. ശത്രുക്കളോട് പോലും കാരുണ്യം, ഒരു വെറുപ്പില്ല, വൈരാഗ്യമില്ല, എല്ലാവരോടും സ്നേഹം. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജ്ജുന്നുണ്ടല്ലോ അതല്ല, അത് അറബിയിലുള്ളതാണ്. വരീഖ് വാദി വജ്ജ്, വാദി വജ്ജ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അത് വേറൊരു അറബി പദാണ്, അതായത് നമ്മുടെ മലയാളത്തിലെ വജ്ജല്ല.